നമസ്കാരം. എല്ലാവർക്കും ബയോ ഇൻസൈറ്റിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അമിനോ ആസിഡ്സ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അമിനോ ആസിഡിന്റെ കോമ്പോസിഷൻ, സ്ട്രക്ചർ, ക്ലാസിഫിക്കേഷൻ എല്ലാം കണ്ടു. നമ്മൾ കുറച്ച് പ്രോബ്ലംസ് എല്ലാം ചെയ്തു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ദ വീഡിയോസ്. ഓക്കെ, പ്രീവിയസ് വീഡിയോസ് ഒക്കെ ഒന്ന് വാച്ച് ചെയ്യുക. ഓക്കെ, നിങ്ങളെ പോലെയുള്ള പഠിക്കുന്ന എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിലേക്ക് ഈ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മളെ ഇമെയിൽ ത്രൂ അല്ലെങ്കിൽ വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, മാക്സിമം നിങ്ങളുടെ അറിയാവുന്ന ആൾക്കാരിലേക്ക്, ഡിഗ്രി അല്ലെങ്കിൽ PG ലെവൽ ലൈഫ് സയൻസ് സ്റ്റഡി ചെയ്യുന്ന സ്റ്റുഡൻസിലേക്ക് മാക്സിമം ഈ വീഡിയോസ് ഷെയർ ചെയ്യുക. ഓക്കെ, നമ്മൾ ടോപ്പിക്കിലേക്ക് കടക്കാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അമിനോ ആസിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ എല്ലാം കണ്ടു. നമ്മൾ അമിനോ ആസിഡ്സിന്റെ മോളിക്കുലാർ വെയിറ്റ് ഒക്കെ വെച്ചിട്ട് പ്രോബ്ലംസ് ചെയ്യാൻ മനസ്സിലാക്കി. ഇനി കുറച്ചും കൂടി കോർ പാർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ഞാൻ റെഫർ ചെയ്തിരിക്കുന്നത് ലെനിഞ്ചർ ആണ്. ബയോകെമിസ്ട്രി ലെനിഞ്ചർ ആണ് ഞാൻ മെയിൻ ആയിട്ട് റെഫർ ചെയ്തിരിക്കുന്നത്. ഈ ചാർട്ട് വന്നിട്ട് നമ്മുടെ അമിനോ ആസിഡ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ചാർജ് കാൽക്കുലേഷൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാർട്ട് ഇവിടെ റെഫറൻസിന് വെച്ചിരിക്കുന്നത്. ഇതും എന്താണ് ലെനിഞ്ചർ ബുക്കിൽ നിന്ന് ഞാൻ റെഫർ ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു അമിനോ ആസിഡ്സിന് ഒരു അമിനോ ടെർമിനലും ഒരു കാർബോക്സിൽ ടെർമിനലും ഒരു സൈഡ് ഗ്രൂപ്പും ഉണ്ട്. ഓക്കെ, ഒരു അമിനോ ടെർമിനലും ഒരു കാർബോക്സിൽ ടെർമിനലും ഒരു സൈഡ് ഗ്രൂപ്പും ഉണ്ട്, സൈഡ് ചെയിനും ഉണ്ട്. ഓക്കെ, സോ ഈ ഒരു ഫോമില് അതായത് നമ്മൾ ചാർജ് ബേസ് ചെയ്തിട്ട് നമ്മൾ അമിനോ ആസിഡ്സിന് ചിലത് ക്ലാസിഫൈ ചെയ്തു. പോസിറ്റീവ്ലി ചാർജ്, നെഗറ്റീവ്ലി ചാർജ്, ഓക്കെ, പല രീതിയിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ചാർജിന്റെ പോയിന്റ്, അതായത് ചാർജ്, അമിനോ ആസിഡ്സിന്റെ ചാർജ് ഒരു പ്രോട്ടീന്റെ നേച്ചറിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒരു ഘടകമാണ്. ഓക്കെ, ഒരു സൊല്യൂഷനിൽ ഒരു പ്രോട്ടീന്റെ നേച്ചർ അല്ലെങ്കിൽ അതിന്റെ ഫങ്ഷൻ, അതിന്റെ സ്പെസിഫിസിറ്റി എല്ലാം തന്നെ അതിൽ അടങ്ങിയിരിക്കുന്ന ഓരോ അമിനോ ആസിഡ്സിന്റെയും ചാർജും ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, നമ്മൾ കണ്ടു ഹൈഡ്രോഫോബിക് അതിന്റെ ഇന്നർ കോർ റീജിയനിലേക്കും പോളാർ ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ഒരു പ്രോട്ടീനിന്റെ സർഫസ് ഏരിയയിലും വന്ന് അറേഞ്ച് ചെയ്യുന്നത് ഒക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടു. അതേപോലെ തന്നെയാണ് ചാർജിന്റെ ഇമ്പോർട്ടൻസും പറയുന്നത്. ഓക്കെ, സോ നമ്മൾ അതായത് ഒരു അമിനോ ആസിഡ് ഒരു സൊല്യൂഷനിൽ എങ്ങനെയാണ് പ്രോട്ടോണേറ്റഡ് അല്ലെങ്കിൽ ഡീപ്രോട്ടോണേറ്റഡ് ആവുന്നത് എന്നുള്ള പോയിന്റിനെയാണ് നമ്മൾ PK എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഡിസോസിയേഷൻ പോയിന്റ് ആണ് PK എന്ന് പറയുന്നത്. സോ ഇൻ ജനറൽ അമിനോ ആസിഡ്സിന് മിനിമം 2 PK പോയിന്റ് ഉണ്ട്, 2 ഡിസോസിയേഷൻ പോയിന്റ് ഉണ്ട്. ഒന്ന് അതിന്റെ കാർബോക്സിൽ ഗ്രൂപ്പിലും ഒന്ന് അതിന്റെ അമിനോ ഗ്രൂപ്പിലുമാണ്. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ COOH NH3+ അതിന്റെ സൈഡ് ചെയിൻ ഹൈഡ്രജൻ, ഈ ഒരു ഫോമിനെയാണ് ഫുള്ളി പ്രോട്ടോണേറ്റഡ് ഫോം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഫുള്ളി പ്രോട്ടോണേറ്റഡ്. ദിസ് ഈസ് ഫുള്ളി പ്രോട്ടോണേറ്റഡ് ഫോം. ഓക്കെ, ഡസ് ഇറ്റ് എക്സിസ്റ്റ് ലൈക്ക് ദിസ്? ഓക്കെ, ഇപ്പൊ ഒരു സൊല്യൂഷനിൽ, അതായത് ലോ pH അസിഡിക് ആയിട്ടുള്ള കണ്ടീഷനിൽ, അസിഡിക് മീൻസ് ലോ pHൽ ഒരു അമിനോ ആസിഡ് ഫുള്ളി പ്രോട്ടോണേറ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആഡിങ് OH ഗ്രൂപ്പ്, അതായത് ഇതിനെ നിങ്ങളൊരു ടൈട്രേഷൻ ആയിട്ട് വിചാരിക്കുക. ഓക്കെ, ഇറ്റ്സ് എ ടൈട്രേഷൻ പ്രോസസ്. ഓക്കെ, നമ്മുടെ കയ്യിലുള്ള സൊല്യൂഷൻ അമിനോ ആസിഡ് ആണ്. ഇപ്പൊ അത് അമിനോ ആസിഡിന്റെ അസിഡിക് സൊല്യൂഷൻ ആണ് ഇരിക്കുന്നത്. സോ ഇതിലേക്ക് നമ്മൾ ഓരോ OH ഗ്രൂപ്പ് അല്ലെങ്കിൽ ബേസ് നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ന്യൂട്രലൈസേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ pH 0-ൽ നിന്ന് ഇൻക്രീസ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തുന്ന സമയത്ത് നമ്മളെ കാർബോക്സിൽ ഗ്രൂപ്പ് ഡീപ്രോട്ടോണേറ്റഡ് ആയി മാറും. ഓക്കെ, എന്നിട്ട് അത് COO- ആയി മാറും. ഈ ഡിസോസിയേഷൻ പോയിന്റിനെയാണ് നമ്മൾ pKa1 ഓഫ് കാർബോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു അമിനോ ആസിഡിൽ ഏറ്റവും ആദ്യം ഡിസോസിയേറ്റ് ചെയ്യുന്നത് അതിന്റെ കാർബോക്സിൽ ഗ്രൂപ്പാണ്. COOH-ൽ നിന്ന് COO- അത് ഡീപ്രോട്ടോണേറ്റഡ് ആവുന്നു. ഓക്കെ, സോ നമ്മുടെ 20 അമിനോ ആസിഡ്സിനും ഡിഫറെന്റ് വാല്യൂസ് ആണ് ഉള്ളത്. പക്ഷെ ഇൻ ആൻ ആവറേജ് നമ്മൾ അതിനെ 2.3 ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ ജനറൽ ഈ 20 അമിനോ ആസിഡ്സിന്റെയും കാർബോക്സിൽ ഗ്രൂപ്പിന്റെ pKa1-നെ നമ്മൾ 2.3 ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അമിനോ ഗ്രൂപ്പിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻ ആൻ ആവറേജ്
9.6 ആയിട്ടാണ്, അതായത് അറ്റ് pH 9.6 ഇതിന്റെ അമിനോ ഗ്രൂപ്പ് ഓരോ അമിനോ ആസിഡ്സിന്റെ അമിനോ ഗ്രൂപ്പ് ഡീപ്രോട്ടോണേറ്റഡ് ആവുന്നു. ഓക്കെ, സോ ഇതാണ് നമ്മളെ രണ്ട് PK1 ഉം PK2 ഉം വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ചില സൈഡ് ചെയിൻസിലും അമിനോ ആസിഡിന്റെ ചില സൈഡ് ചെയിനിലും അതിന് ചാർജ് ഉണ്ട് അല്ലേ. സോ അങ്ങനെയുള്ള ഒരു 7 അമിനോ ആസിഡ്സ് ഉണ്ട്. ഈ 7 അമിനോ ആസിഡ്സിന്റെ വാല്യൂ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ ചാർട്ട് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത് ലെഞ്ചർ ആണ്. ഓക്കെ, ഇത് പ്രിന്റ് ഔട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ പഠിക്കുന്നതിന്റെ അവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി നമ്മളത് കാണുമ്പോൾ തന്നെ നമ്മുടെ അത് മൈൻഡിലേക്ക് അത് അങ്ങനെ പതിഞ്ഞു വരും. സോ നമുക്കത് ബേസ് ചെയ്തിട്ട് പ്രോബ്ലംസ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. ഇനി ഈ ചാർജ് കാൽക്കുലേഷൻ മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ പ്രാക്ടിക്കൽ നമുക്ക് എന്താ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോമറ്റോഗ്രാഫി, അയൺ എക്സ്ചേഞ്ച് ക്രോമറ്റോഗ്രാഫി ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ അമിനോ ആസിഡ്സിന് അല്ലെങ്കിൽ ഒരു പ്രോട്ടീന്റെ PI വാല്യൂക്ക് അനുസരിച്ചിട്ട് നമുക്ക് എക്സ്പെരിമെന്റ് സെറ്റപ്പ് ചെയ്യാം. ഓക്കെ, സോ അൾട്ടിമേറ്റ്ലി നമുക്ക് അവിടെ എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടുന്നേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുന്നേ ഈ പറയുന്ന കാര്യങ്ങൾ കൺസെപ്റ്റ്സ് ക്ലിയർ ചെയ്ത് പോകുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ നമ്മുടെ എൻറ്റയർ 20 അമിനോ ആസിഡിനെ നമ്മളെ പ്രൈമറി അമിനോ ആസിഡ്സിന്റെ സ്ട്രക്ചർ ആണ് കമ്പൈൻ ചെയ്തിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നോൺ പോളാർ, അരോമാറ്റിക്, പോളാർ, പോസിറ്റീവ്ലി ചാർജ്ഡ് ആൻഡ് നെഗറ്റീവ്ലി ചാർജ്ഡ്. ഓക്കെ, ഇതിൽ നമ്മൾ കണ്ടു എന്താണ് എല്ലാ അമിനോ ആസിഡ്സും എക്സെപ്റ്റ് ഗ്ലൈസിൻ കൈറാൾ കാർബൺ ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അതേ സ്ഥാനത്ത് ഐസോലൂസിനെയും ത്രിയോനിനെയും കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ബീറ്റ കാർബണും കൈറാൾ കാർബൺ ആണ്. ഓക്കെ, അവരുടെ ബീറ്റ കാർബണും കൈറാൾ കാർബൺ ആണ്. ഓക്കെ, സി ഈ ഒരു കാർബൺ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഗ്രൂപ്പ്, ഇതൊരു ഡിഫറെന്റ് ഗ്രൂപ്പ്, ഇതൊരു ഡിഫറെന്റ് ഗ്രൂപ്പ് ആൻഡ് ദിസ് ഇസ് എ ഡിഫറെന്റ് ഗ്രൂപ്പ്. ഓക്കെ, അങ്ങനെയാണ് കൈറാളിറ്റി കൗണ്ട് ചെയ്യുന്നത്. സോ ഐസോല്യൂസിന് ഇപ്പൊ ഇതിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇതൊരു എൻറ്റയർലി ഒരു ഗ്രൂപ്പ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇത് വേറെ ഒന്ന്, ഇത് വേറെ, ഇത് വേറെ. ഓക്കെ, സോ ഐസോല്യൂസിനും ത്രിയോനിനും എന്താണ് എക്സ്ട്രാ കൈറാൾ കാർബൺ കൂടിയുണ്ട്. ഓക്കെ, സോ 2n എന്നുള്ള ഫോർമുലയാണ് എന്തിന്, ടു ഫൈൻഡ് ദി നമ്പർ ഓഫ് സ്റ്റീരിയോ ഐസോമേഴ്സ്. ഓക്കെ, സോ രണ്ട് കൈറാൾ കാർബൺ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് 2 is equal to 4. ഓക്കെ, സോ 4 ഐസോമേഴ്സ് ആർ പോസിബിൾ. ആ 4 ഐസോമേഴ്സിന് നമ്മൾ എങ്ങനെയാണ് നെയിമിങ് ചെയ്യുന്നത്? നമ്മൾ രണ്ടാണെന്നുണ്ടെങ്കിൽ L അല്ലെങ്കിൽ D കൊടുക്കും. ഓക്കെ, L അമിനോ ആസിഡ്സ്, D അമിനോ ആസിഡ്, പിന്നെ L അലോ അമിനോ ആസിഡ്, D അലോ അമിനോ ആസിഡ്സ്. ഇങ്ങനെയാണ് ആ 4 സ്റ്റീരിയോ ഐസോമേഴ്സിന് നെയിമിങ് കൊടുക്കുന്നത്. ഓക്കെ, സോ ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. ഐസോല്യൂസിനും ത്രിയോണിനും മാത്രമേ എന്തുള്ളൂ, എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് ഒരു കൈറാൾ കാർബൺ ഉള്ളൂ. ഓക്കെ, സോ അവർക്ക് രണ്ടുപേർക്കും എന്താണ് 4 സ്റ്റീരിയോ ഐസോമേഴ്സ് പോസിബിൾ ആണ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. എസ്പെഷ്യലി ഗേറ്റ് എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെയാണ് ചോദിക്കുക. ഓക്കെ, അപ്പോൾ അതായത് കുറച്ച് ഓപ്ഷൻസിൽ നിന്ന് എന്താണ് രണ്ട് കൈറാൾ കാർബണുള്ള അമിനോ ആസിഡ് ചൂസ് ചെയ്യാന്നൊക്കെ ഉള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ഗേറ്റ് എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് വരുന്ന അടുത്ത കോൺസെപ്റ്റ് സ്വിറ്റർ അയൺ ആണ്. ഓക്കെ, സ്വിറ്റർ അയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഒരു അമിനോ ആസിഡ് അതൊരു സൊല്യൂഷനിൽ 0 ചാർജിൽ ഇരിക്കുന്നതിനെയാണ് നമ്മൾ സ്വിറ്റർ അയണിക് ഫോം എന്ന് പറയുന്നത്. എങ്ങനെയാണ് 0 അയണിക് ഫോമിൽ വരുന്നത്? അതിനൊരു പോസിറ്റീവ് ചാർജും ഉണ്ടായിരിക്കണം, നെഗറ്റീവ് ചാർജും ഉണ്ടായിരിക്കണം. അതായത് നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജ് ആൻഡ് നമ്പർ ഓഫ് നെഗറ്റീവ് ചാർജ് ഇസ് ഈക്വൽ. ഓക്കെ, നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജും നമ്പർ ഓഫ് നെഗറ്റീവ് ചാർജും ഈക്വൽ ആവുമ്പോൾ ആ അമിനോ ആസിഡിന്റെ ചാർജ് വന്നിട്ട് 0 ആയിരിക്കും. പ്ലസും മൈനസും ക്യാൻസൽ ഔട്ട് ചെയ്തിട്ട് 0 ചാർജിലായിരിക്കും ആ അമിനോ ആസിഡ് എക്സിസ്റ്റ് ചെയ്യുക. ആ ഫോമിനെയാണ് നമ്മൾ സ്വിറ്റർ അയണിക് ഫോം എന്ന് പറയുന്നത്. എന്താണ് സ്വിറ്റർ അയണിക് ഫോം? ഓക്കെ, ഇൻ ആൻ അമിനോ ആസിഡ് this positive charge and this negative charge is spatially separated. Okay, ഇത് ഡിസ്റ്റൻസിലാണ് ഉള്ളത്. ഓക്കെ, ഇറ്റ് ഇസ് സെപ്പറേറ്റഡ്. ഓക്കെ, അങ്ങനെയുള്ള ഫോമിനെയാണ് നമ്മൾ സ്വിറ്റർ അയണിക് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ സ്വിറ്റർ അയണിക് ഫോമിൽ എന്താണ്, പ്ലസ് ചാർജും ഉണ്ട്, മൈനസ് ചാർജും ഉണ്ട്. സോ എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇൻ ആൻ അക്വസ് സൊല്യൂഷൻ ഇറ്റ് ക്യാൻ ആക്ട് ആസ് ബോത്ത് ആസിഡ് ആൻഡ് ബേസ്. ഓക്കെ, ആസിഡ് ആയിട്ടും ബേസ് ആയിട്ടും അത് ആക്ട് ചെയ്യും. ഓക്കെ, ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ they will donate proton. ഓക്കെ, ബേസ് ആണെങ്കിലോ ബേസ് വിൽ
ആക്സെപ്റ്റ് പ്രോട്ടോൺ. അതാണ് ഡിഫറൻസ്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് എ സ്വിറ്റർ അയണിക് ഫോം. ഓക്കെ, പ്ലസ് ചാർജും ഉണ്ട് മൈനസ് ചാർജും ഉണ്ട്. ഓക്കെ, ഈ ഒരു സ്വിറ്റർ അയണിക് ഫോം ഇൻ ആൻ അക്വസ് സൊല്യൂഷൻ ഇഫ് സപ്പോസ് ഓക്കെ ഈ അമിനോ ഗ്രൂപ്പിലുള്ള പ്രോട്ടോണിനെ കൊടുക്കുകയാണ്, ഡൊണേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അതിനെ ആസിഡിക് സ്വിറ്റർ അയോൺ ആസ് ആസിഡ് ആയിട്ടാണ് ആക്ട് ചെയ്തിരിക്കുന്നത്. ഇൻ ദാറ്റ് പെർട്ടിക്കുലർ അക്വസ് സൊല്യൂഷൻ this Twitter ion is acting as acid, okay, because it is donating this proton. അതേപോലെ തന്നെ in an aqueous solution ഈ കാർബോക്സിൽ ഗ്രൂപ്പ് ഒരു പ്രോട്ടോണിനെ ആക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ this Twitter ion is as base. ഇതാണ് സ്വിറ്റർ അയൺ എന്നുള്ള കോൺസെപ്റ്റ് പറയുന്നത്. അതായത് ആംഫോടെറിക് കോമ്പൗണ്ട്, ആംഫോടെറിക്, okay, ampho means both character, it has dual nature, it can act as acid and base. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ആസിഡ് മീൻസ് വിൽ ഡൊണേറ്റ് പ്രോട്ടോൺ, ബേസ് മീൻസ് ഇറ്റ് വിൽ ആക്സെപ്റ്റ് പ്രോട്ടോൺ. ഓക്കെ, അതാണ് സ്വിറ്റർ അയണിക് ഫോമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഐസോ ഇലക്ട്രിക് പോയിന്റ് PI എന്നാണ് നോക്കാം. ഓക്കെ, ഐസോ മീൻസ് സെയിം, ഇലക്ട്രിക് മീൻസ് ചാർജ്. ഓക്കെ, PI വാല്യൂ, ഐസോ ഇലക്ട്രിക് പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ചില അമിനോ ആസിഡ്സിന്റെ സൈഡ് ചെയിനിലൊക്കെ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ഉള്ളതായിട്ട് കണ്ടു അല്ലെ. ആസ്പാർട്ടേറ്റ് ഗ്ലൂട്ടാമേറ്റിന്റെ ഒക്കെ നെഗറ്റീവ് ചാർജ്, ആർജിനിനൊക്കെ സൈഡ് ചെയിനിൽ പോസിറ്റീവ് ചാർജ് ഉള്ളത് നമ്മൾ കണ്ടു. ഓക്കെ, സോ നമ്മൾ എന്താണ് പറയുക, ആ ചാർട്ടിൽ നിന്ന് നമ്മൾ കണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ കാർബോക്സിൽ ഗ്രൂപ്പിന്റെ ഡിസോസിയേഷൻ പോയിന്റ് അതായത് PK1 നമ്മൾ 2.3 ആയിട്ടും PK2 നമ്മൾ 9.6 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതൊരു ആവറേജ് വാല്യൂ ആണ്. നമ്മൾ പ്രോബ്ലംസിന്റെ ഈസിനെസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആവറേജ് വാല്യൂ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു ഫസ്റ്റ് ഫോം, ദിസ് ഇസ് ഫസ്റ്റ് ഫോം. ഇൻ ദിസ് ഫസ്റ്റ് ഫോം എല്ലാം പ്രോട്ടോണേറ്റഡ് ആണ്. ഓക്കെ, നമ്മൾ കാർബോക്സിൽ ഗ്രൂപ്പും അമൈനോ ഗ്രൂപ്പും പ്രോട്ടോണേറ്റഡ് ആണ്. സോ വാട്ട് ഈസ് ദ നെറ്റ് ചാർജ്? +1. ഓക്കെ, സോ നെറ്റ് ചാർജ് ഇസ് +1. ഓക്കെ, ഇനി നമ്മൾ ഇതിലേക്ക് OH ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വി ആർ ഇൻക്രീസിങ് ദി PH. ഓക്കെ, സോ PH ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ആരാണ് ഡിസോസിയേറ്റ് ചെയ്യുക? കാർബോക്സിൽ ഗ്രൂപ്പ് ആണ് ഡിസോസിയേറ്റ് ചെയ്യുക. സോ കാർബോക്സിൽ ഗ്രൂപ്പ് ഡീപ്രോട്ടോണേറ്റഡ് ചെയ്യുന്ന സമയത്ത് അത് COO- ആയിട്ട് മാറും. ഓക്കെ, ആൻഡ് അമിനോ ഗ്രൂപ്പ് വിൽ ബി ലൈക്ക് ദാറ്റ് ഓൺലി. ഓക്കെ, സോ ഈ മൈനസ് ചാർജും പ്ലസ് ചാർജും ക്യാൻസൽ ഔട്ട് ചെയ്തിട്ട് ദ നെറ്റ് ചാർജ് വിൽ ബി 0. ഓക്കെ, സോ ഇതാണ് അതിന്റെ സ്വിറ്റർ അയണിക് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, then again we are adding OH, we are increasing the pH. okay, അപ്പോൾ ഒരു 9.6 pH എത്തുന്ന സമയത്ത് അമിനോ ഗ്രൂപ്പ് ഡീപ്രോട്ടോണേറ്റഡ് ആവും. ഓക്കെ, സോ എന്തായിരിക്കും അപ്പൊ ആ കണ്ടീഷനിൽ അമിനോ ആസിഡിന്റെ നെറ്റ് ചാർജ് എന്ന് പറയുന്നത് -1. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ അമിനോ ആസിഡ്സിന്റെ ചാർജ്, അതായത് ഓരോ ഏത് പെർട്ടിക്കുലർ PHലാണ് അമിനോ ആസിഡ്സ് ഡിസോസിയേഷൻ അതായത് ഡീപ്രോട്ടോണേറ്റഡ് ആവുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് PI കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. അതായത് ഐസോ ഇലക്ട്രിക് പോയിന്റ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സൈഡ് ചെയിൻ അതായത് നോൺ അയണൈസബിൾ സൈഡ് ചെയിൻ ആണ് ഈ അമിനോ ആസിഡ് ഉള്ളത്. സോ ആകെ എന്താണ് പറയുക, കാർബോക്സിൽ ഗ്രൂപ്പും അമിനോ ഗ്രൂപ്പും മാത്രമേ അയണൈസബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, സോ ഈ ഒരു പോയിന്റിൽ അതായത് നമുക്കറിയാം ഈ ഒരു പോയിന്റിലാണ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഒരു PH വന്നിട്ട് ഇപ്പൊ 7 ആണെന്ന് വിചാരിക്കൂ. ഫോർ എക്സാമ്പിൾ അറ്റ് PH 7 ഈ അമിനോ ആസിഡ് സ്വിറ്റർ അയണിക് ഫോമിലാണ് ഉള്ളത്. ഓക്കെ, സോ ഹൗ ടു കാൽക്കുലേറ്റ് ദ PI വാല്യൂ? ഓക്കെ, അതിന് തൊട്ട് മുന്നേ 0 ആവുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ഫസ്റ്റ് ഡിസോസിയേഷൻ പോയിന്റ് ഏതാണ്? കാർബോക്സിൽ ഗ്രൂപ്പിന്റെ ആണ്. സോ ഇറ്റ് ഈസ് 2.3. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡിസോസിയേഷൻ പോയിന്റ് അമിനോ ഗ്രൂപ്പിന്റെ ആണ്. ദാറ്റ് ഈസ് അറ്റ് PH 9.6. സോ 2.3 plus 9.6 divided by 2 അതായത് pKa1 plus pK2 divided by 2 is the PI. ഓക്കെ, ഇതിനെയാണ് നമ്മൾ PI വാല്യൂ എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ. കാരണം എന്താ വെച്ചാൽ നോൺ അയനൈസബിൾ സൈഡ് ചെയിൻ ആയതുകൊണ്ട് വേറെ അവിടെ ഒരു പ്രോട്ടോണേഷൻ ഡീപ്രോട്ടോണേഷൻ അവിടെ നടക്കുന്നില്ല. സോ നമുക്ക് ഇങ്ങനെയാണ്, അതായത് ആദ്യം സ്വിട്രാനിക് നമുക്കൊരു പോളിപെപ്റ്റൈഡ് ചെയിനോ അല്ലെങ്കിൽ ഒരു അമിനോ ആസിഡ്സിന്റെ തന്നിട്ടുണ്ടെങ്കിൽ ഏത് പോയിന്റിലാണോ അത് സ്വിട്രാനിക് ഫോം ആവുന്നത് അതിന്റെ തൊട്ട് മുന്നത്തെയും അത് കഴിഞ്ഞിട്ടുള്ള പോയിന്റിനെ ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 ആണ് അതിന്റെ
PI വാല്യൂ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ ഓക്കെ, ഇനിയിപ്പം സിസ്റ്റീൻ, ഗ്ലൂട്ടാമേറ്റ് ഒക്കെ നമ്മൾ ചില അമിനോ ആസിഡ്സിന് സൈഡ് ചെയിനിൽ വാല്യൂ ഇതുണ്ട് എന്ന് നമ്മൾ കണ്ടു. ഓക്കെ, നമുക്ക് ഇപ്പം ലൈസീൻ്റെ എക്സാമ്പിൾ നമുക്ക് ലൈസീൻ്റെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈസീൻ്റെ ഫസ്റ്റ് വന്നിട്ട് എത്ര ആദ്യം എന്തായിരിക്കും, കാർബോക്സിൽ ഗ്രൂപ്പ് ആയിരിക്കും ഡീപ്രോട്ടോണേറ്റഡ് ആവുന്നത്. ദാറ്റ് വിൽ ബി അറ്റ് 2.3 വി ക്യാൻ കൺസിഡർ. ഓക്കെ, ഇനി നമുക്ക് ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈസീൻ്റെ സൈഡ് ഗ്രൂപ്പ് അതായത് 10.53ലാണ് അത് ഡിസോസിയേറ്റ് ചെയ്യുന്നത്. അറ്റ് 10.53 എന്താണ് സൈഡ് ചെയിൻ അയണൈസിങ് 10.53. ഓക്കെ, അതിന് മുന്നേ എന്താണ് PK2 അതായത് അറ്റ് 9.6 അമിനോ ഗ്രൂപ്പ് ഡിസോസിയേറ്റ് ചെയ്യും. ഓക്കെ, സോ ഏത് പോയിന്റിലാണ് ഈ ലൈസീന് 0 ചാർജ് ഉള്ളത് നോക്കാം. എന്നിട്ട് അതിന്റെ ബിഫോറും ആഫ്റ്ററും ഉള്ള ചാർജ് ആഡ് ചെയ്യാം. ഓക്കെ, അതായത് ഇപ്പൊ ലൈസീന്റെ സ്ട്രക്ചർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലെറ്റ് മീ റേസ് ദിസ് ഫസ്റ്റ്. ഓക്കെ, നമുക്കത് ചെയ്ത് നോക്കാം, അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ട് അത് മനസ്സിലാവും. ഓക്കെ, ലൈസീന്റെ സ്ട്രക്ചർ നോക്കൂ. ലൈസീനിലെ സൈഡ് ചെയിനിൽ ഒരു NH3+ ഉണ്ട് അല്ലേ? സോ ഞാനൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് എഴുതുന്നത്. ഓക്കെ, COOH, ഇവിടെ ഒരു NH3+ കൊടുക്കുകയാണ്. ഇത് R ആണ് കേട്ടോ, ഇത് അതിന്റെ സൈഡ് ചെയിൻ ആണ്. ഇത് അതിന്റെ നോർമൽ അമിനോ ഗ്രൂപ്പ്. ഓക്കെ, ഇതെല്ലാം എന്ത് ഫോമിലാണ്? എല്ലാം പ്രോട്ടോണേറ്റഡ് ഫോമിലാണ് ഉള്ളത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റാർട്ടിങ് റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. ആൻഡ് ഐ ഹാവ് സ്റ്റാർട്ടഡ് ആഡിങ് OH into this. ഓക്കെ, അപ്പം 2.3 എത്തുന്ന സമയത്ത് 2.3 ഈ ഇത് അതായത് കാർബോക്സിൽ ഗ്രൂപ്പ് ഡീപ്രോട്ടോണേറ്റഡ് ആവും. ഓക്കെ, സോ അറ്റ് 2.3 നമുക്കത് ഓരോന്നോരോന്നായിട്ട് എഴുതിയിട്ട് തന്നെ പോവാം. അറ്റ് 2.3 ലൈസീൻ എന്തായിരിക്കും ഉണ്ടാവുക? ഓക്കെ, COO- ആയി, ഇവിടെ H ആയി, ഇവിടെ സൈഡ് ചെയിനിന്റെ NH3+ ഉണ്ട്, ഇതിന്റെ അമിനോ ഗ്രൂപ്പിന്റെ NH3+ ഉണ്ട്. ഓക്കെ, സോ ഇവിടെ എത്രയാണ് ചാർജ്? അതായത് കാർബോക്സിൽ ഗ്രൂപ്പ് ഡീപ്രോട്ടോണേറ്റഡ് ആയി കഴിഞ്ഞാൽ ഇവിടുത്തെ നെറ്റ് ചാർജ് ഇതാണ്. ഈ പ്ലസും മൈനസും ക്യാൻസൽ ഔട്ട് ചെയ്തിട്ട് +1. ഓക്കെ, +1 ആണ് ചാർജ് ഉള്ളത്. ഓക്കെ, അറ്റ് 2.3. ഓക്കെ, ഇനി അടുത്ത വരുന്നത് സൈഡ് ഗ്രൂപ്പ് അല്ല, സൈഡ് ഗ്രൂപ്പ് 10.58 ആണ്. സോ 9.6ൽ എന്തായി? അമിനോ ഗ്രൂപ്പ് പോകും. ഓക്കെ, സോ അമിനോ നമ്മൾ 9.6 pH എത്തി. 9.6 pH എത്തുന്ന സമയത്ത് COO- H, ഇത് സൈഡ് ഗ്രൂപ്പ് ആണ്, NH3+ലാണ് ഇരിക്കുന്നത്. ഈ അമിനോ ഗ്രൂപ്പ് ഡീപ്രോട്ടോണേറ്റഡ് ആയി അല്ലേ? ഇറ്റ് ഈസ് NH2. ഓക്കെ, അപ്പൊ എന്തായി ഇവിടെ ചാർജ്? ഇവിടെ പ്ലസും മൈനസും ക്യാൻസൽ ഔട്ട് ചെയ്തിട്ട് 0 പോയിന്റിലാണ് നിൽക്കുന്നത്. ഓക്കെ, അറ്റ് 9.6 നമ്മൾ ലൈസീൻ സ്വിട്രയനിക് ഫോമിലാണ് ഉള്ളത്. ഓക്കെ, then again we are adding the OH group into it. എന്നിട്ട് ഒരു 10 നമ്മൾ എത്രയായിരുന്നു വാല്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 10.5 എത്തുന്ന സമയത്ത് 10.5 എത്തുന്ന സമയത്ത് അതിന്റെ സൈഡ് ഗ്രൂപ്പും ഡീപ്രോട്ടോണേറ്റഡ് ആയിട്ട് എന്തായിരിക്കും? അതിന്റെ ഫോം വന്നിട്ട് COO- H NH2. അപ്പൊ ഇവിടുത്തെ നെറ്റ് ചാർജ് എന്താണ്? -1 ആണ് ഉള്ളത് അല്ലേ? സോ അറ്റ് 9.6 ലൈസീൻ എന്താണ്? പ്രോട്ടോണേറ്റ് സീറോസ് വിട്രയനിക് ഫോം ആണുള്ളത്. സോ അതിന്റെ PI വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഇതും കൂടി കാൽക്കുലേറ്റ് ചെയ്യും. അതായത് 2.3 + 10.5 ഡിവൈഡഡ് ബൈ 2 കിട്ടുന്ന വാല്യൂ ആണ് ലൈസീന്റെ PI എന്ന് പറയുന്നത്. ലൈസീന്റെ PI എന്ന് പറയുന്നത് അതായത് at 9.6 the lysine is in schizophrenic form. Okay, so അതിന്റെ തൊട്ട് പുറകിലത്തെ 2.3യും അതിനുശേഷം വരുന്ന എന്താണ് പറയുക സൈഡ് ചെയിനിന്റെ 10.5ഉം എടുത്തിട്ടാണ് നമ്മൾ അതിന്റെ PI കാൽക്കുലേറ്റ് ചെയ്യുന്നത്. Okay, so each amino acid has a characteristic isoelectric point, which is the pH at which the positive equals the negative charge. This means it is a pH at which the amino acid is neutral, that is, the zwitterion form is dominant.
At this point, the net charge is 0. The amino acid is least soluble in water and amino acid does not migrate in electric field. Okay. The Pi is given by the average of pKa's that involve the zwitterion. For amino acid without ionizable side chain, that is non-polar, the isoelectric point is equal to pK1 plus pK2 divided by 2. Okay. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത പോയിന്റ് ഒന്ന് ഇതായി പറഞ്ഞു, പോയിന്റ് ആയിട്ട് ബുള്ളറ്റ് പോയിന്റ് ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ. സോ നമുക്ക് അങ്ങനെ പറയുകയാണെങ്കിൽ അറ്റ് എ pH above its Pi, the amino acid will have net negative charge and will migrate towards anode. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷനും കൂടിയാണ്. അതായത് നമുക്കൊരു എക്സ്പെരിമെന്റ് സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ്, അതായത് ചാർജ് എങ്ങനെയാണ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഇതിന്റെ the theory behind that experiment is this. ഓക്കെ. അതായത് PI വാല്യൂവിൽ എന്താണ്, അറ്റ് PI വാല്യൂ ആ ഒരു അമിനോ ആസിഡ് അതായത് 0, ഐ മീൻ അറ്റ് 0 പോയിന്റിൽ 0 ചാർജിന്റെ മുന്നത്തെയും ശേഷമുള്ള PK നമ്മൾ PI കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ. സോ ആ ഒരു PI പോയിന്റിൽ എന്തായിരിക്കും, അതായത് PH ലെസ് ദാൻ PI, അതായത് PH above its PI. Okay, PI, okay, PI above PH have the എന്താണ് നെഗറ്റീവ് ചാർജ് ആണ് ഉള്ളത്. ഓക്കെ. ആൻഡ് ഇറ്റ് വിൽ മൂവ് ടുവേർഡ് ആനോഡ്. ഓക്കെ. അറ്റ് PH is equal to PI, the net charge is 0. ഓക്കെ. സോ PIയുടെ അതേ PHൽ നമ്മൾ അമിനോ ആസിഡ്സിനെ ഇലക്ട്രിക് ഫീൽഡിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വോണ്ട് മൈഗ്രേറ്റ്, സോ നോ മൂവ്മെന്റ്. ഓക്കെ. At pH below its Pi, okay, at pH below its Pi വരുന്ന pH below its Pi എന്ന് പറയുന്ന സമയത്ത് അതിന് നെറ്റ് പോസിറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ. അങ്ങനെ വരുന്ന സമയത്ത് ഇറ്റ് വിൽ മൈഗ്രേറ്റ് ടുവേർഡ്സ് നെഗറ്റീവ്, ഐ മീൻ കാഥോഡ്. ഓക്കെ. പോസിറ്റീവ് മൂവ് ടു നെഗറ്റീവ് ആൻഡ് നെഗറ്റീവ് മൂവ് ടു പോസിറ്റീവ് എന്നുള്ളതാണ്. സോ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രോഫോറസിസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടീൻ സെപ്പറേഷനിലൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത് വരുന്നത്. സോ നമുക്ക് ഈ ഒരു പോയിന്റ്സ് ക്ലിയർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ക്വസ്റ്റ്യൻസിൽ ഒരു എക്സ്പെരിമെന്റ് ബേസ് ചെയ്തിട്ടായിരിക്കും അവർ ചോദിക്കുന്നത്. സോ നമുക്ക് നമ്മളെ ലോജിക് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. ഇനി ഇതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. ഓക്കെ. സ്വിറ്ററൈനിക് ഫോമിന്, അതായത് ഇത് നമ്മൾ ഇതിനെ എന്താണ് പറയാ, അതിന്റെ അയണൈസേഷൻ സ്റ്റേറ്റിനെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത് വിത്ത് ദി കളർ കോഡ്. ഓക്കെ. സോ ഈ ഒരു പോയിന്റിൽ എന്താണ് എല്ലാം പ്രോട്ടോണേറ്റഡ് ഫോം ആയിട്ടാണ് ഉള്ളത്. ഓക്കെ. സോ ദിസ് പിങ്ക് റെപ്രസെന്റ്സ് ദി പ്രോട്ടോണേറ്റഡ് ഫോം. ഓക്കെ. അപ്പോൾ ആഡിങ് OH, അതായത് PH നമ്മൾ OH ആഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ PH ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് ഇത് ഡീപ്രോട്ടോണേറ്റഡ് ആവും. ഓക്കെ. So H will deprotonated and it will be like COO minus and NH3 plus. Okay. So other blue state lana. That is the zwitterionic form. Okay. Plus and minus cancel out it is 0 charge. That is the zwitterionic form. Okay. Then again we are adding the OH and we are increasing the pH. Okay. So in the amino group deprotonated out. Okay. So our graph ആണ് ഈ green color represent ചെയ്തിരിക്കുന്നത്. Okay. So ഇതാണ് അതിന്റെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഈ മിഡ് പോയിന്റിൽ നമ്പർ ഓഫ് COOH ആൻഡ് COO മൈനസ് ഇസ് ഈക്വൽ. ഓക്കെ. അതേപോലെ തന്നെ ഇവിടെ നമ്പർ ഓഫ് NH3 പ്ലസ് ആൻഡ് നമ്പർ ഓഫ് NH2 ഈസ് ഈക്വൽ. ഓക്കെ. ഇൻ അസിഡിക് സൊല്യൂഷൻ, എക്സാമ്പിൾ PH1, the amino group is protonated, that is NH3 plus, and the carboxyl group is not dissociated, that is COOH. As the pH is raised, the carboxylic acid is the first group to give up a proton. In as much as its pK is near 2, okay, our 2 ആകുമ്പോഴത്തേക്കും അത് അവിടെ deprotonated ആയി. The dipolar form persists until the pH approaches 9. Okay, ആ 9 എത്തുന്നത് വരെ എന്താണ്, അത് zwitterionic ഫോമിലാണുള്ളത്. When the protonated amino group loses a proton, okay, 9 എത്തുമ്പോഴത്തേക്കും എന്താണ്, അമിനോ ഗ്രൂപ്പും ഡീപ്രോട്ടോണേറ്റഡ് ആയിട്ട് വരും. ഓക്കെ. സോ അതിനെയാണ് നമ്മൾ ഈ ഒരു ഗ്രാഫിക് റെപ്രസെന്റേഷൻ കളർ കൊടുത്തിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇനിയാണ് ഇതിന്റെ ഇമ്പോർട്ടൻറ്റ് വശം വരുന്നത്, അതായത് അമിനോ ആസിഡ്സിന്റെ ടൈട്രേഷൻ കർവ് എന്ന് പറയുന്നത്. നോർമലി എല്ലാവരും കുറച്ച് ഡിഫിക്കൽട്ട് ആണെന്ന് പറയുന്ന ഒരു ഭാഗമാണ്.
എനിക്ക് ഒരു കാലത്ത് നല്ല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷേ കോൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് വന്ന സമയത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാനും നമുക്ക് പറ്റുന്നുണ്ട്. ഇത് ഞാൻ നമുക്ക് എക്സാമ്പിൾ ഗ്ലൈസിൻ ആണ് എടുക്കുന്നത്. ഓക്കെ, ഗ്ലൈസിന് നോൺ അയനൈസബിൾ സൈഡ് ചെയിൻ ആണ് ഉള്ളത്. ഓക്കെ, സോ അതിന് പ്രത്യേകിച്ച് സൈഡ് ചെയിൻ അവിടെ വരുന്നില്ല. ഓക്കെ, the titration curves of simple amino acids such as glycine have a diprotic curve. എന്താണ് diprotic curve എന്ന് ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇവിടെ നമ്മൾ pH, OH equivalence and this is the pH. ഓക്കെ, സോ സ്റ്റാർട്ടിങ്ങിൽ ഇത് ഫുള്ളി പ്രോട്ടോണേറ്റഡ് ഫോമിലാണ് ഉള്ളത്. ഓക്കെ, COOH ആയിട്ടാണ് ഉള്ളത്. ഓക്കെ, നമ്മൾ pH ഇൻക്രീസ് ചെയ്ത് അറൌണ്ട് ഒരു 2.34 എത്തിയ സമയത്ത് ഫസ്റ്റ് ഡിസോസിയേഷൻ, അതായത് കാർബോക്സിൽ ഗ്രൂപ്പ് ഡിസോസിയേറ്റഡ് ആയി. സോ CO മൈനസ് ആയി. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ pH ആഡ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത്, OH ഗ്രൂപ്പ് ആഡ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് pH ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, at pH 9.6 amino group got deprotonated. ഓക്കെ, സോ ഈ ഒരു പോയിന്റ്, അതായത് 2.34ന്റെയും 9.6, അതായത് ഈ ഒരു പോയിന്റിലാണ് സ്വിറ്ററയനിക് ഫോമിൽ ഇരിക്കുന്നത്. അതായത് ദിസ് ഈസ് ദി സ്വിറ്ററയനിക് ഫോം. ഓക്കെ, സോ ഈ ഒരു സ്വിറ്ററയനിക് ഫോമിന്റെ മുൻപേ, അതായത് കാർബോക്സിൽ ഗ്രൂപ്പിന്റെ ഡിസോസിയേഷൻ 2.34ലും അത് കഴിഞ്ഞിട്ട് അമിനോ ആസിഡിന്റെ ഡിസോസിയേഷൻ 9.6ലുമാണ് നടന്നിരിക്കുന്നത്. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ PI എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.34 plus 9.6 divided by 2 is equal to 5.97. Okay, so the PI of glycine is 5.97. മനസ്സിലായോ? ഓക്കെ, ഫസ്റ്റ് നമ്മൾ കാർബോക്സിൽ ഗ്രൂപ്പ് ഡീപ്രോട്ടോണേറ്റഡ് ആവുന്ന പോയിന്റ്, അത് കഴിഞ്ഞിട്ട് ഇത് നോൺ അയനൈസബിൾ സൈഡ് ചെയിൻ ആയതുകൊണ്ട് ഇതിന്റെ ഇടയ്ക്ക് സൈഡ് ചെയിൻസ് ഒന്നും ഇല്ല. ഓക്കെ, പിന്നെ ഡീപ്രോട്ടോണേറ്റഡ് ആവുന്നത് അമിനോ ഗ്രൂപ്പ് ആണ്, ദാറ്റ് ഇസ് അറ്റ് 9.6. ഓക്കെ, ഇൻ ബിറ്റ്വീൻ ആണ് നമ്മുടെ സ്വിറ്ററയനിക് ഫോം വരുന്നത്. സോ ടു കാൽക്കുലേറ്റ് ദ PI വി ആർ ടേക്കിംഗ് ദിസ് പോയിന്റ് ആൻഡ് ദിസ് പോയിന്റ് ആൻഡ് വി ആർ ടേക്കിംഗ് ദി മീൻ ഓഫ് ഇറ്റ്. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ ഡൈപ്രോട്ടിക് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് ദി ഫസ്റ്റ് കർവ്. വി ആർ ഗെറ്റിംഗ് first curve here and second curve here. It is called diprotic curve. Okay, that has non-dissociable R groups, have two plateaus. Okay, രണ്ട് പ്ലേറ്റൂസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, എവിടെയാണ് അത്? കാർബോക്സിൽ ഗ്രൂപ്പിന്റെ ഡിസോസിയേഷൻ നടക്കുന്ന സമയത്തും അമിനോ ഗ്രൂപ്പിന്റെ ഡിസോസിയേഷൻ നടക്കുന്ന സമയത്താണ് നമുക്ക് രണ്ട് പ്ലേറ്റൂസ് കിട്ടുന്നത്. Okay, which corresponds to the dissociation and titration of the alpha carboxyl group and the alpha amino group. As shown above the curve, the predominant ionic species in solution at low pH is fully protonated form. Okay, അപ്പോൾ അതിന്റെ fully protonated formന്റെ net charge വന്നിട്ട് +1 ആണ്. Okay, in between the two plateaus, the zwitterionic form, അതായത് CO മൈനസ് ഡീപ്രോട്ടോണേറ്റഡ് ചെയ്യുമ്പോൾ നെറ്റ് ചാർജ് വന്നിട്ട് 0 ആണ്. Okay, this predominate. At the end of the titration, the fully dissociated species get the net charge -1. Okay, this is the -1 charge. The curve shows that glycine has two regions of buffering power centered plus or -1 pH until above pK1. Okay, and pK2. Okay, the Henderson-Hasselbalch equation can be used to calculate the amounts of the conjugate acid and conjugate base species in solution at pH, any pH. Okay, lastly, the pH at which zwitterionic species of glycine predominates is called the isoelectric point or isoelectric pH. The isoelectric pH is exactly halfway between the two pKs for glycine. See, halfway. Okay, to find it out, നമ്മൾ ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് for glycine. Okay, glycine വന്നിട്ട് നോൺ അയനൈസബിൾ സൈഡ് ഗ്രൂപ്പ് ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു 2 പ്ലേറ്റും
അതായത് ഡൈപ്രോട്ടിക് കർവ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഗ്ലൂട്ടാമേറ്റ് എടുക്കാം. ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുമ്പോൾ സൈഡ് ചെയിനിന് ഓൾറെഡി എന്താണ് ചാർജ് ഉണ്ട്. സൈഡ് ചെയിൻ ചാർജ്ഡ് ആയിട്ടുള്ളതാണ് CO മൈനസ്. ഓക്കെ, നമ്മൾ ഗ്ലൂട്ടാമേറ്റിന്റെ ടൈട്രേഷൻ നമുക്ക് നോക്കാം. ഓക്കെ, ഗ്ലൂട്ടാമേറ്റ് ഗ്ലൂട്ടാമേറ്റിന്റെ പോയിന്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു pH അതായത് എല്ലാം പ്രോട്ടോണേറ്റഡ് ആയിട്ടിരിക്കുമ്പം അതിന്റെ കാർബോക്സിൽ ഗ്രൂപ്പ്, അമിനോ ഗ്രൂപ്പ്, അതിന്റെ സൈഡ് ചെയിൻ എല്ലാം പ്രോട്ടോണേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് അതിന്റെ നെറ്റ് ചാർജ് വന്നിട്ട് +1 ആണ്. ഓക്കെ, സോ ഇവിടെ നിന്നാണ് നമ്മൾ ടൈട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. വി ആർ സ്റ്റാർട്ടഡ് ആഡിങ് OH. ഓക്കെ, സോ ഒരു 2.19 എത്തുന്ന സമയത്ത് കാർബോക്സിൽ ഗ്രൂപ്പ് ഡീപ്രോട്ടോണേറ്റഡ് ആയി. ഓക്കെ, ഇറ്റ് ഗോട്ട് ഡീപ്രോട്ടോണേറ്റഡ്. സോ നെറ്റ് ചാർജ് വന്നിട്ട് 0 ആയി. അതായത് ഈ പ്ലസും ഈ മൈനസും ക്യാൻസൽ ഔട്ട് ചെയ്തിട്ട് അതിന്റെ നെറ്റ് ചാർജ് 0 ആയി. സോ ദിസ് ഈസ് ദി zwitterionic ഫോം. ആൻഡ് അഗൈൻ വി ആർ ഇൻക്രീസിങ് ദി pH. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ സൈഡ് ചെയിൻ. ഓക്കെ, 4.25 ആണ് അതിന്റെ PI വാല്യൂ, അതിന്റെ PKR എന്ന് പറയുന്നത്, ഡിസോസിയേഷൻ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിന്റെ സൈഡ് ചെയിൻ ഡീപ്രോട്ടോണേറ്റഡ് ആയി. സോ ഈ പ്ലസും മൈനസും ക്യാൻസൽ ഔട്ട് ചെയ്തിട്ട് -1 ഈസ് ദി ചാർജ് ഫോർ ഗ്ലൂട്ടാമേറ്റ്. Then again we are increasing the pH and finally amino group got deprotonated. Okay, so 2 മൈനസ് ചാർജ് വരും. സോ -2 ഇതാണ് അതിന്റെ നെറ്റ് ചാർജ് വരുന്നത്. സോ ഈ പോയിന്റിലാണ് നമ്മുടെ zwitterionic ഫോം വരുന്നത്. സോ ടു കാൽക്കുലേറ്റ് ദ PI ഓഫ് ഗ്ലൂട്ടാമേറ്റ് നമ്മൾ ഈ വാല്യൂ, അതായത് 2.19 പ്ലസ് പിന്നെ എന്താണ് വരുന്നത്, സൈഡ് ചെയിൻ ആണ്. സൈഡ് ചെയിൻ്റെ ഡിസോസിയേഷൻ പോയിന്റ് ആണ് വരുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് 4.25 ഡിവൈഡഡ് ബൈ 2. അങ്ങനെയാണ് നമുക്ക് 3.22 കിട്ടുന്നത്. ദാറ്റ് ഈസ് ദി PI. ദാറ്റ് ഈസ് ദി PI ഓഫ് ഗ്ലൂട്ടാമേറ്റ്. ഓക്കെ, അതായത് അമിനോ ഗ്രൂപ്പ് 9.6ലാണ് ഡീപ്രോട്ടോണേറ്റഡ് ആവുന്നത്. അതിന് മുന്നേ തന്നെ അതിന്റെ 4.25 വെച്ചിട്ട് തന്നെ എന്താണ് അതിന്റെ സൈഡ് ചെയിനും ഡീപ്രോട്ടോണേറ്റഡ് ആയി. ഓക്കെ, സോ അതിന് മുന്നത്തെ പോയിന്റ് ആണ് zwitterionic ഫോം. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് കാർബോക്സിൽ ഗ്രൂപ്പിന്റെ പോയിന്റ് PK1ഉം PKRും കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഗ്ലൂട്ടാമേറ്റിന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, the acidic amino acid glutamate has a second carboxyl group present in its side chain. Okay, thus the titration curve for glutamate and aspartate has 3 plateaux, each one corresponding to the dissociation of a proton from the amino acid. Since the R group carboxyl group has a PKR between that of PK1 and PK2, the second plateau corresponds to the titration of this group. Okay, അതായത് PKR PK1ന്റെയും PKRന്റെയും മിഡ്വേ ആയതുകൊണ്ടാണ് ഗ്ലൂട്ടാമേറ്റിന് ഇങ്ങനെ ഒരു കർവ്, അതായത് ഇങ്ങനെ ഒരു ടൈട്രേഷൻ കർവ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. Based on inspection of the ionic forms in solution, it is clear that the zwitterionic form of glutamate occurs at a pH midway between that of PK1 and PKR. Thus, the PI for glutamate is 3.22. അതായത് 2.19 plus 4.25 divided by 2, we will get 3.22. ഇങ്ങനെയാണ് നമ്മൾ ഗ്ലൂട്ടാമേറ്റിന്റെ എന്താ പറയാ നെറ്റ് ചാർജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്നും കൂടി നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്നും കൂടി നിങ്ങൾ റിവൈസ് ചെയ്ത് കണ്ടു നോക്കിക്കോളൂ. അപ്പം നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ആദ്യം എന്താണ് എപ്പോഴും എന്താണ് അമിനോ ആസിഡിന്റെ ഓൾ പ്രോട്ടോണേറ്റഡ് ഫോം ചെയ്യാം. അപ്പൊ നമുക്ക് അതിന്റെ ഒരു നെറ്റ് ചാർജ് എഴുതി വെക്കാൻ പറ്റും. എന്നിട്ട് ഫസ്റ്റ് എപ്പോഴും ഡീപ്രോട്ടോണേറ്റഡ് ആവുക കാർബോക്സിൽ ഗ്രൂപ്പ് ആണ്. ഓക്കെ, ദാറ്റ് ഇസ് 2.6 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 2.19 ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ 2.19 എന്ന് എടുത്തിരിക്കുന്നത്. സെക്കൻഡ് ഫോം എന്താണ്, കാർബോക്സിൽ ഗ്രൂപ്പ് ഡീപ്രോട്ടോണേറ്റഡ് ആയി. ഓക്കെ, അപ്പൊ എന്താണ് ഈ പ്ലസും മൈനസും സീറോ ചാർജ് വന്നു. അങ്ങനെയാണ് നമ്മൾ zwitterionic ഫോം എടുക്കുന്നത്. സോ zwitterionic ഫോം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ തൊട്ട് മുന്നത്തെയും അതിന് കഴിഞ്ഞിട്ടുള്ള PK വാല്യൂസിനെയാണ്, PK വാല്യൂസിന്റെ മീഡിയൻ ആണ് നമ്മൾ PI ആയിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, then titration of histidine. Okay,
ഹിസ്റ്റഡീനും ഇതേപോലെ തന്നെയാണ്. ഹിസ്റ്റഡീൻ എന്താന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതിന്റെ നെറ്റ് ചാർജ് വന്നിട്ട് +2 ആണ്. ഇതെല്ലാം പ്രോട്ടോണേറ്റഡ് ആണ്. കാർബോക്സിൽ ഗ്രൂപ്പ്, അമീനോ ഗ്രൂപ്പ്, സൈഡ് ചെയിനിലുള്ള അമീനോ ഗ്രൂപ്പ്. ഓക്കെ, ഇറ്റ്സ് ഓൾ പ്രോട്ടോണേറ്റഡ്. സോ +2 ചാർജ് ആണ് ഉള്ളത്. ആൻഡ് വി ആർ ഇൻക്രീസിങ് ദി pH. അങ്ങനെ ഫസ്റ്റ് എന്താ സംഭവിക്കുന്നത്? ഇതിന്റെ കാർബോക്സിൽ ഗ്രൂപ്പ് ഡീപ്രോട്ടോണേറ്റഡ് ആയി. ഓക്കെ, സോ ഡീപ്രോട്ടോണേറ്റഡ് ആകുമ്പോൾ പ്ലസും മൈനസും ക്യാൻസൽ ഔട്ട് ചെയ്യും. പിന്നെ നമുക്കുള്ളത് ഈ +1 ചാർജ് ആണ് ഉള്ളത്. ഓക്കെ, then we are again increasing the pH. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നത് അതിന്റെ സൈഡ് ചെയിൻ ആണ് ഡീപ്രോട്ടോണേറ്റഡ് ആവുന്നത്. ഓക്കെ, സൈഡ് ചെയിൻ ഡീപ്രോട്ടോണേറ്റഡ് ആയി. ഓക്കെ, സോ പ്ലസ് മൈനസ് ക്യാൻസൽ ഔട്ട് ചെയ്തിട്ട് 0 ചാർജ് ആവും. Then again we are increasing the pH, and at 9.6 amino group got deprotonated, and now the charge is -1. Okay, so we have to consider this point and this point to calculate the pi. Okay, so എങ്ങനെയാണ് അതായത് അതിന്റെ സൈഡ് ചെയിൻ ആദ്യം ഈ ഒരു പോയിന്റിൽ, അതായത് സൈഡ് ചെയിൻ പ്രോട്ടോണേറ്റഡ് ആവാണ് ചെയ്യുന്നത്, ആൻഡ് ദാറ്റ് വാല്യൂ 6. ഓക്കെ, ഹിസ്റ്റഡീന്റെ കേസിൽ it's only histidine have the like side group pi equivalent to 7. Okay, so ഈ ഒരു വാല്യൂ നമുക്ക് ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. 6 ഹിസ്റ്റഡീന്റെ 6 ആണ്. ഓക്കെ, 6 പ്ലസ് ഇത് വന്നിട്ട് നമ്മൾ 9.17 നമ്മൾ വാല്യൂ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നോർമലി ജനറൽ ഇന്ത്യൻ ആവറേജ് നമ്മൾ 9.6 ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തത്. ഡിവൈഡഡ് ബൈ 2 ആണ് histidine PI value, that is 7.59 വരുന്നത്. Okay, histidine has an imidazole R group that contains a dissociable proton with a pKr of 6. Okay, thus the titration curve for histidine also has 3 plateaus. For histidine, the zero charge sutranic species occurs in solution at a pH midway between pKr and pK2. Okay, because the histidine pKr is nearly neutrality, the R group of histidine plays a role in buffering the pH of solution containing proteins. Okay, buffer നമ്മൾ വരുന്നുണ്ട് അപ്കമിങ് ക്ലാസ്സസ്. ബഫർ വരുന്ന സമയത്ത് നമുക്ക് ഈ ഹിസ്റ്റഡിന്റെ പ്രോപ്പർട്ടി നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് വരും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്ക്, അതായത് അയണൈസബിൾ സൈഡ് ചെയിൻസ് ഉള്ള അമിനോ ആസിഡ്സിന്റെ ടൈട്രേഷനിൽ 3 പ്ലേറ്റൂസ് വരും. ഓക്കെ, സോ നമ്മൾ ഗ്ലൂട്ടാമേറ്റിന്റെ കേസിൽ വരുന്ന സമയത്ത് നമ്മൾ PI എടുത്തിരിക്കുന്നത് PK1ന്റെയും PK6ന്റെയും മിഡ്വേ ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഹിസ്റ്റഡീന്റെ കേസിൽ നമ്മൾ എന്താണ് മിഡ്വേ ഓഫ് PKR ആൻഡ് PK2 ആണ് എടുത്തിരിക്കുന്നത്. സോ നമുക്ക് ആ ചാർജസ് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ ആ ഒരു 7 അമിനോ ആസിഡിന്റെ സൈഡ് ചെയിൻസ് നമുക്ക് നന്നായി മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്ന സൊല്യൂഷന്റെ pH-നനുസരിച്ചിട്ട് നമുക്ക് ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, കെമിക്കൽ എൻവയറമെന്റ് ആൻഡ് ദി pKa. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കെമിക്കൽ എൻവയറമെന്റ് ആൻഡ് pKa എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, the pKa of alpha carboxyl group of acetic acid is around 4. ഓക്കെ, ഇപ്പോൾ അസറ്റിക് ആസിഡിന്റെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ pKa വാല്യൂ ഇറ്റ്സ് അറൌണ്ട് 4. ഓക്കെ, പക്ഷെ നമ്മൾ അമിനോ ആസിഡ്സിന്റെ എടുക്കുന്ന സമയത്ത് ഞാൻ ആവറേജ് ഇറ്റ് ഇസ് 2.34. ഓക്കെ, ഇത്രയും ഡിഫറൻസ് അതായത് വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഇറ്റ് ഈസ് ഡിപ്പെൻഡ് ഓൺ ദി എൻവയറമെന്റ്, അതായത് ഇത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്. ദിസ് ഈസ് ഡ്യൂ ടു അമിനോ ഗ്രൂപ്പ് നെക്സ്റ്റ് ഇൻ ടു ഇറ്റ്സ്. ഓക്കെ, അമിനോ ആസിഡ്സിൽ കാർബോക്സിൽ ഗ്രൂപ്പിന്റെ തൊട്ടടുത്ത് വരുന്ന അമിനോ ഗ്രൂപ്പാണ്. അമിനോ ഗ്രൂപ്പ് ഈസ് ഇൻഫ്ലുവൻസിങ് ദ COOH2. അതായത് ഈ അമിനോ ഗ്രൂപ്പാണ് ഈ കാർബോക്സിൽ ഗ്രൂപ്പിനെ ഡീപ്രോട്ടോണേറ്റഡ് ആവാൻ വേണ്ടിയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് to get more stability. Okay, that is why we are telling that the environment is influencing the pKa. Okay, the pKa's of alpha carboxyl group of all amino acids are lower than the pKa's of other acids like acetic acid. Okay, acetic acid ന്റെ ഒക്കെ കാളും കുറവാണ്. This is due to the local chemical environment of the alpha carboxyl group. അതായത് ഇപ്പൊ എൻവയറമെന്റ് എന്ന് പറയുമ്പോൾ സൊല്യൂഷൻ അല്ല കൺസിഡർ ചെയ്യേണ്ടത്, അതിന്റെ തൊട്ടടുത്തുള്ള സൈഡ് ഗ്രൂപ്പ് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, പ്ലേസ്മെന്റ് നിയർ ടു ആൽഫ അമിനോ ഗ്രൂപ്പ് വിച്ച് ഇസ് പോസിറ്റീവ്ലി ചാർജ്ഡ് makes the alpha carboxyl groups more acidic than the carboxyl group of acetic acid. Okay, this is the reason. The alpha amino group ആണ് എന്താണ് പറയാ അമിനോ ആസിഡിലുള്ള കാർബോക്സിൽ ഗ്രൂപ്പിനെ കൂടുതലും അതായത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ടു ഗെറ്റ് ദി സ്റ്റെബിലിറ്റി.
ഇനി നെറ്റ് ചാർജ് ഓഫ് അമിനോ ആസിഡ്സ്, അതായത് നമ്മൾ നേരത്തെ കണ്ട ടാബ്ലർ കോളത്തിനെ നമുക്കൊന്ന് എന്താണ് പറയാ, ഒരു ചെറിയ ഒന്ന് ഷോർട്ട് ആക്കിയിട്ട് വെച്ചു എന്ന് മാത്രം. ഓക്കെ, സോ ഇത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കാം. കാർബോക്സിൽ ഗ്രൂപ്പിന്റെ ആവറേജ് നമ്മൾ 2.3 ആയിട്ടും അമിനോ ഗ്രൂപ്പിന്റെ 9.6 ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഇത് ഓരോ അമിനോ ആസിഡിന്റെയും സൈഡ് ചെയിനിന്റെ വാല്യൂസ് ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. ടൈറോസിൻ 10.07, സിസ്റ്റീൻ 8.18, ലൈസീൻ 10.53, ഹിസ്റ്റഡീൻ 6, arginine 12.48, aspartate 3.65 and glutamate 4.25. ഓക്കെ, സോ ഇത് നമുക്ക് എന്താ പറയുക, നമുക്ക് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. അതായത് ഈ അസ്പാർട്ടേറ്റും ഗ്ലൂട്ടാമേറ്റും നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. അവര് എന്താണ്, അമിനോ ഗ്രൂപ്പ് ഡീപ്രോട്ടോണേറ്റഡ് ആവുന്നതിന് മുന്നേ തന്നെ ഇവര് ഡീപ്രോട്ടോണേറ്റഡ് ആവും. ഓക്കെ, ദെൻ ലൈസിൻ, ആർജിനിൻ, ഹിസ്റ്റഡീന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സെപ്റ്റ് ആർജിനിൻ ആൻഡ് ലൈസിൻ, ഓക്കെ, ഇത് ഹിസ്റ്റഡീൻ നിയർ ടു 6 ആണ്. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം കാർബോക്സിൽ ഗ്രൂപ്പ്, ദെൻ അമിനോ ഗ്രൂപ്പ്, ദെൻ ആണ് ഇവിടെ സൈഡ് ചെയിൻ വരുന്നത് എക്സെപ്റ്റ് ഹിസ്റ്റഡീൻ. ഓക്കെ, ഇവിടെ ആണെങ്കിലും അതേപോലെ തന്നെ ആദ്യം കാർബോക്സിൽ ഗ്രൂപ്പ്, ദെൻ എന്താണ് സൈഡ് ചെയിൻ വരും, ദെൻ അമിനോ ഗ്രൂപ്പ്. ഇവിടെ അതെ, ആദ്യം കാർബോക്സിൽ ഗ്രൂപ്പ്, ഓക്കെ, ദെൻ അമിനോ ഗ്രൂപ്പ്, ദെൻ സൈഡ് ചെയിൻ. ഇങ്ങനെയാണ് അതിന്റെ ഓർഡർ ഓഫ് ഡിസോസിയേഷൻ വരുന്നത്. ഈ വാല്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുമാതിരി എല്ലാ പ്രോബ്ലംസും ചെയ്യാൻ പറ്റും. ഇത് പഠിക്കാനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞത്. യു ക്യാൻ മേക്ക് എ നോട്ട് ആൻഡ് സ്റ്റിക്ക് ഇറ്റ് ഓവർ യുവർ വാൾ. സോ അത് ഡെയിലി അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, എപ്പോഴും ഞാൻ പറയുകയാണെങ്കിൽ അമിനോ ആസിഡ്സിന്റെ എല്ലാ 20 അമിനോ ആസിഡ്സിന്റെ ഇതും അതിന്റെ ട്രിപ്ലെറ്റ്, അതായത് 3 ലെറ്റർ കോഡും അതിന്റെ സിംഗിൾ ലെറ്റർ കോഡും എല്ലാം കൂടി വരുന്ന ഒരു പ്രിന്റ് ഔട്ട് പ്ലസ് ഈ ഒരു ചാർജിന്റെ പ്രിന്റ് ഔട്ട് എല്ലാം കൂടി നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി അതിന്റെ മുകളിൽ കുറച്ച് നേരം നോക്കുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഓർമ്മ വരും. ഓക്കെ, സോ ഞാനിപ്പോ നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെ എങ്ങനെയാണ് ഡിസോസിയേഷൻ വരുന്നത് എന്നുള്ളതിന്റെ ഒന്ന് കൊടുത്തിരിക്കുന്നതാണ്. ഓക്കെ, ഇപ്പൊ ടൈറോസിന്റെ എടുക്കുകയാണെങ്കിൽ അറ്റ് 2.3 pH കാർബോക്സിൽ ഗ്രൂപ്പ് ഡിസോസിയേറ്റഡ് ആയി, പിന്നെ അമിനോ ഗ്രൂപ്പ് ആണ്, ദെൻ ആണ് സൈഡ് ഗ്രൂപ്പ് വരുന്നത്, സിസ്റ്റീൻ ഇങ്ങനെ. ഓക്കെ, സോ ഈ ഒരു ചാർട്ട് മനസ്സിലാക്കി നോട്ടിൽ എഴുതി വെക്കുന്നതും നിങ്ങൾക്ക് കുറച്ചൊരു ഷോർട്ട് കട്ട് ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് അത് കൂടുതൽ ഈസി ആയിട്ട് മനസ്സിലാവും. ഓക്കെ, സോ ഇത് ഓർത്ത് വെച്ചാൽ തന്നെ, അതായത് കാർബോക്സിൽ ഗ്രൂപ്പിന്റെയും അമിനോ ഗ്രൂപ്പിന്റെയും ഓർത്ത് വെച്ചാൽ തന്നെ അതിനനുസരിച്ചിട്ട് അതിൽ ബാക്കി വരുന്ന 7 അമിനോ ആസിഡ്സിന്റെ സൈഡ് ചെയിൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചിട്ട് അതിനെ അതായത് നമുക്ക് മനസ്സിലാവും, ഓക്കെ ആരാണ് ആദ്യം, ഓക്കെ കാർബോക്സിൽ ഗ്രൂപ്പ് കഴിഞ്ഞിട്ടാണോ ആർ ഗ്രൂപ്പ്, അത് കഴിഞ്ഞിട്ടാണോ അമിനോ ഗ്രൂപ്പ് എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് അതിന്റെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ആണ്. നമ്മൾ അതിന്റെ ചാർജും കൂടി കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ അറ്റ് pH 7, ഓക്കെ, നമ്മൾ pH 7ൽ എന്താണ് ഓരോ ഗ്രൂപ്പിന്റെയും ചാർജ് എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അറ്റ് pH 7 എന്താണ്, COOH എന്തായാലും ഡീപ്രോട്ടോണേറ്റഡ് ആയിരിക്കും, അതിന്റെ ചാർജ് വന്നിട്ട് -1 ആണ് ഉള്ളത്. ഓക്കെ, അമിനോ ഗ്രൂപ്പ് എന്തായാലും പ്രോട്ടോണേറ്റഡ് ആയിരിക്കും, ബിക്കോസ് എന്താണ് 9.6 എത്തണം. ഓക്കെ, OH ഗ്രൂപ്പ് ഓൾറെഡി പ്രോട്ടോണേറ്റഡ് ആണ്. സോ എന്താണ് അതിന്റെ ചാർജ്, ഈ പ്ലസും മൈനസും ക്യാൻസൽ ഔട്ട് ചെയ്തിട്ട് ചാർജസ് 0. ദെൻ സിസ്റ്റീൻ ഒബ്വിയസ്ലി ഇത് ഡീപ്രോട്ടോണേറ്റഡ് ആവും, ഇതും പ്രോട്ടോണേറ്റഡ് ആയിരിക്കും. എന്താണ് സൈഡ് ഗ്രൂപ്പ് SHും പ്രോട്ടോണേറ്റഡ് ആണ്, സോ ചാർജസ് 0. ദെൻ ലൈസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ -1 +1. ഓക്കെ, ഇതെന്താണ് സൈഡ് ചെയിൻ വന്നിട്ട് പ്രോട്ടോണേറ്റഡ് ആയിരിക്കും, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് അബവ് 9.6. ഓക്കെ, സോ ഇതും ക്യാൻസൽ ഔട്ട് ചെയ്യും, അപ്പൊ ആകെ ഒരു +1 ചാർജ് ആണ് ഉള്ളത്. ദെൻ ഹിസ്റ്റഡീൻ -1 +1 ക്യാൻസൽ ഔട്ട് ചെയ്തു, ആൻഡ് ദിസ് ഇസ് ഓൾസോ ഇൻ പ്രോട്ടോണേറ്റഡ് ഫോം, സോ നെറ്റ് ചാർജസ് 0. ദെൻ വന്നിട്ട് ആർജിനിൻ -1ഉം +1ഉം ക്യാൻസൽ ഔട്ട് ചെയ്തു, ഇവിടെ ഒരു +1 ചാർജ് ആണ് ഉള്ളത്. ഓക്കെ, സോ the net charge is +1. aspartate. ഓക്കെ, ഇങ്ങനെയാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയതാണ്, നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു pH 7ൽ ഓരോ അമിനോ ആസിഡ്സിനും എന്ത് ചാർജ് ആണെന്നുള്ളതൊന്ന് മെൻഷൻ ചെയ്തു എന്ന് മാത്രം, അതൊന്ന് എക്സ്പാൻഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതൊരു പ്രോബ്ലം ആണ്. ഇപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് CSIR നെറ്റിൽ കാണാറില്ല, പക്ഷെ ഗേറ്റ് എക്സാംസിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്.
A peptide isolated from the brain has a sequence this. Okay, determine the net charge on the molecule at pH 3. Then what is the net charge at 5.5, 8, 11, and estimate the PA of this peptide. Okay, so നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഒരു പ്രോബ്ലം തരുന്ന സമയത്ത് ഇതിന്റെ ട്രിപ്പിൾ ലെറ്റർ കോഡ് എഴുതിയെടുത്തിട്ട് ഇതിന്റെ ഇത് റിപ്പീറ്റ് ചെയ്യാം. ആൻഡ് ഓൾസോ ഇവിടെയാണ് നമ്മൾ അമിനോ ഗ്രൂപ്പ് കൊടുക്കേണ്ടത്. ഓക്കെ, അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ അമിനോ ഗ്രൂപ്പും അതിന്റെ പ്രോട്ടോണേറ്റഡ് തന്നെ കൊടുക്കാം. അതിന്റെ എൻഡില് കാർബോക്സിൽ ഗ്രൂപ്പും കൊടുക്കുക. ഓക്കെ, ആൻഡ് നമ്മൾ അതിന്റെ സൈഡ് ചെയിനിൻ്റെതും കൂടി സൈഡ് ചെയിൻ ഓരോ ചില എല്ലാ അമിനോ ആസിഡ്സിനും ഇല്ല, ചില സൈഡ് ചെയിനിന് ഇതുണ്ട്, ചാർജ് ഉണ്ട്. ഓക്കെ, സോ അത് എങ്ങനെയാന്നുള്ളത് നോക്കാം. അങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, അതിനെ നമ്മൾ അമിനോ ആസിഡ് ഓക്കെ ഇതാ ഇവിടെ അതിന്റെ സൊല്യൂഷൻ സോൾവ് ചെയ്ത പോർഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ NH3+ കൊടുത്തു, ദെൻ ഗ്ലൂട്ടാമേറ്റ് ഹിസ്റ്റഡീൻ കൊടുത്തിട്ട് ലാസ്റ്റ് CO- കൊടുത്തു. നമ്മളോട് എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? pH 3, 5.5, 8, 11, പിന്നെ PI കണ്ടുപിടിക്കണം. ഓക്കെ, സോ അറ്റ് pH 3 അമിനോ ഗ്രൂപ്പ് എന്തായിരിക്കും? +1 ആയിരിക്കും. ഗ്ലൂട്ടാമേറ്റിൻ്റെത് 0 ആയിരിക്കും. ഹിസ്റ്റഡിൻ നമുക്കത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് 9.6ലാണ്. ഗ്ലൂട്ടാമേറ്റിൻ്റെത് വന്നിട്ട് COOH 4.25 ആണ്. ദെൻ ഹിസ്റ്റഡിൻ്റെ വന്നിട്ട് 6 ആണ്. ദെൻ ടൈറോസിൻ്റെ വന്നിട്ട് 10.07 ആണ്. ദെൻ ആർജിൻ്റെ വന്നിട്ട് 12.48 ആണ്. ഇതിന് COOH വന്നിട്ട് നമ്മൾ 2.3 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 9.6 ആയിട്ടും 2.3 ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാ 4.3, 6, 10.1 ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ എഴുതുക, അതിന്റെ മുകളിലൊക്കെ അതിന്റെ ചാർജ് എഴുതുക, എന്നിട്ട് അതിന്റെ pH എഴുതുക. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ ഇത് വന്നിട്ട് എന്തായാലും എന്താണ് ഇത് ചാർജ്, അതായത് ഇത് ഓൾറെഡി പ്രോട്ടോണേറ്റഡ് ആണ്. സോ പ്രോട്ടോണേറ്റഡ് വരുമ്പോൾ +1 ചാർജ് വരും. ദെൻ ഗ്ലൂട്ടാമേറ്റിന്റെ കേസിൽ 4.25 എന്ന് പറയുമ്പോൾ അറ്റ് 3 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് ഡീപ്രോട്ടോണേറ്റഡ് ആയിട്ടുണ്ട്. അപ്പൊ അവിടെ അത് 0 ചാർജ് വരും. ദെൻ ഹിസ്റ്റഡിൻ +1 അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നെറ്റ് ചാർജ് ഇത് ആഡ് ചെയ്യുക. ഓക്കെ, സോ ഈ +1 +2 ആവും. +2 ഇത് വന്നിട്ട് ഇത് രണ്ട് ക്യാൻസൽ ഔട്ട് ചെയ്യും. അപ്പം +2 is the net charge here. Then 5.5 എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. അതായത് നമ്മൾ ഇങ്ങനെ പ്രോബ്ലം തരുന്ന സമയത്ത് ഇതിനെ താഴേക്ക് എഴുതി കഴിഞ്ഞിട്ട് അതിന്റെ സൈഡ് ഗ്രൂപ്പിന്റെ ആ ഇത് എഴുതുക, അതായത് ആ വാല്യൂസ് ചാർജ് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും. ഓക്കെ, ഇനി നമ്മളെ ക്വസ്റ്റ്യൻ വന്നിട്ട് 8 at pH 8. ഓക്കെ, the net charge is 0. മൊത്തം പോളിപെപ്റ്റൈഡിന്റെ ചാർജ് വന്നിട്ട് 0 ആണ് വരുന്നത് at pH 8 അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് PI കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും 5.5ഉം 11ഉം ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന്. അല്ല, എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 at pH 8 is Zwitterionic form എന്ന് പറയുന്ന സമയത്ത് ഇതിന്റെ ഈ ഒരു വാല്യൂ ആണ് കണക്കാക്കേണ്ടത്. ദാറ്റ് ഈസ് 9.6ഉം 6ഉം ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, 9.6 plus 6 divided 2 is equal to 7.8. Okay, average the pKa value for the two side chains that ionise near pH. അതായത് pHന്റെ തൊട്ടടുത്ത് വരുന്ന, അതായത് 8ന്റെ തൊട്ട് താഴെയും മുകളിലും വരുന്ന വാല്യൂസ് ഏതൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത്? 9.6ഉം 6ഉം ആണ്. അതായത് 4.3 അല്ല, നമുക്ക് മൊത്തം തന്നിട്ടില്ലേ, ചാർജ് തന്നിട്ടില്ലേ? അമിനോ ഗ്രൂപ്പിന്റെ വന്നിട്ട് 9.6 തന്നിട്ടുണ്ട്. ഗ്ലൂട്ടാമേറ്റിന്റെ വന്നിട്ട് നമുക്ക് 4.3 തന്നിട്ടുണ്ട്. ഹിസ്റ്റഡിന്റെ വന്നിട്ട് 6 തന്നിട്ടുണ്ട്. ടൈറോസിന്റെ വന്നിട്ട് 10.1 തന്നിട്ടുണ്ട്. ആർജിനിന്റെ വന്നിട്ട് 12.5 തന്നിട്ടുണ്ട്. ഓക്കെ, സോ അറ്റ് pH 8 we are getting the Zwitterionic form. അപ്പൊ 8ന്റെക്കാളും തൊട്ട് താഴെയും തൊട്ട് മുകളിലും ഉള്ളത് എന്താണ്? 6ഉം 9.6ഉം ആണ്. സോ we have to consider like that. ഓക്കെ, 8 എന്ന വാല്യൂവിന്റെ തൊട്ട് മുകളിലും താഴെയുള്ള ചാർജിനെയാണ് നമ്മൾ
PI ഒരു പോളിപെപ്റ്റൈഡിന്റെ PI കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. സോ നമുക്ക് അങ്ങനെയാണ് 7.8 കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അതായത് ഫസ്റ്റ് എന്താണ് അറ്റ് pH 8 എന്താണ് pH 8 കാർബോക്സിൽ ഗ്രൂപ്പ് ഡീപ്രോട്ടോണേറ്റഡ് ആയി. ഇതാ ഇവിടെ. ദെൻ സൈഡ് ചെയിൻ ആണ് ഉള്ളത്. ഓക്കെ, ഓരോന്നിന്റെ സൈഡ് ചെയിൻ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ആൻഡ് ലാസ്റ്റ് നമ്മളെ കാർബോക്സിൽ ഗ്രൂപ്പ്. സോ ആ കറക്റ്റ് pH നോക്കിയിട്ട് നമുക്ക് ആ നെറ്റ് ചാർജ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോളിപെപ്റ്റൈഡിന് നെറ്റ് ചാർജ് കിട്ടും. എന്നിട്ട് പോളിപെപ്റ്റൈഡിന് നെറ്റ് ചാർജ് ഏത് pH-ലാണ് നോക്കുക. അതിനേക്കാളും തൊട്ട് ഒരു വാല്യൂ കൂടുതലും ഒരു വാല്യൂ കുറവും ഉള്ള pH-നെ എടുത്തിട്ടാണ് നമ്മൾ PI കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ക്ലാസിഫിക്കേഷൻ ഒന്നും കൂടി കൊടുത്തിരിക്കുകയാണ്. അലിഫാറ്റിക്, അറോമാറ്റിക്, സൾഫർ, ഹൈഡ്രോക്സിൽ സൈക്ലിക്, കാർബോക്സിൽ അമൈഡ്. ഓക്കെ, ഇത് നിങ്ങൾ ഏത് രീതിയിലാണെങ്കിലും പഠിച്ചിരിക്കുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പൊ സൾഫർ എന്ന് പറയുമ്പോൾ മെത്തിയോണിൻ, സിസ്റ്റീൻ ആണ്. ഓക്കെ, ഹൈഡ്രോക്സിൽ OH ഉള്ളത് സെറിൻ, ത്രിയോണിൻ, ടൈറോസിൻ. ഓക്കെ, സൈക്ലിക് ആയിട്ട് പ്രോലിന് മാത്രമേ ഉള്ളൂ. അറോമാറ്റിക് വരുമ്പോൾ ട്രിപ്റ്റോഫാൻ, ഫിനൈലലൈൻ, ടൈറോസിൻ ആൻഡ് ഹിസ്റ്ററിൻ. ഓക്കെ, അങ്ങനെ നമുക്ക് ഈ അമിനോ ആസിഡ്സിനെ മൊത്തം ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്ക് വരുന്നത് അൺകോമൺ അമിനോ ആസിഡ്സ് ആണ്. ഓക്കെ, അൺകോമൺ അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്സിന്റെ ട്രാൻസ്ലേഷന് ശേഷം പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻ എല്ലാം ചെയ്തിട്ട് അതിനെ അതിൽ ആഡ് ചെയ്യുമ്പോഴാണ് അതിനെ അൺകോമൺ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. ബേസിക്കലി പറയുകയാണെങ്കിൽ അൺകോമൺ അമിനോ ആസിഡ്സിന് കോഡോൺസ് ഇല്ല. They are not derived from the codon. Okay, they are just modified forms. Okay, നമ്മൾ എക്സിസ്റ്റിംഗ് കോഡോണിനെ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് അമിനോ ആസിഡിനെ മോഡിഫൈ ചെയ്തിട്ടാണ് നമുക്ക് ഈ സ്പെഷ്യലൈസ്ഡ് അമിനോ ആസിഡ്സ് നമുക്ക് കിട്ടുന്നത്. ഇത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിന്റെ ല്യൂമനിലാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, എക്സാമ്പിൾസ് ഹൈഡ്രോക്സിലൈസിൻ, ഹൈഡ്രോക്സിപ്രോലിൻ. ഓക്കെ, ഇതൊക്കെ എവിടെയാണ്? കൊളാജൻ, പ്ലാന്റ് സെൽ വാൾ പ്രോട്ടീൻസിലൊക്കെയാണ് നമുക്ക് ഹൈഡ്രോക്സിലൈസിനെയും ഹൈഡ്രോക്സി പ്രോലിനെയും ഒക്കെ നമുക്ക് കാണുന്നത്. ഹൈഡ്രോക്സിപ്രോലിൻ ആൻഡ് ഹൈഡ്രോക്സിലൈസിൻ. ഓക്കെ, ദെൻ കാർബോക്സി ഗ്ലൂട്ടാമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടു, ഗ്ലൂട്ടാമേറ്റിനെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ആൽഫ, ബീറ്റ, ഗാമ പൊസിഷനിലാണ് അതിന്റെ CO മൈനസ് വരുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് കാർബോക്സി ഗ്ലൂട്ടാമേറ്റ്. ഓക്കെ, ഈ ഒരു ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ബ്ലഡ് ക്ലോട്ടിംഗ് പ്രോട്ടീൻസ് ആൻഡ് കാൽഷ്യം ബൈൻഡിങ് പ്രോട്ടീൻസ്. ഓക്കെ, ഈ കാർബോക്സി ഗ്ലൂട്ടാമേറ്റ് ആ ഡൈവാലന്റ്, ഇതിന് നെഗറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ട് ഡൈവാലന്റ് അയൺസിനെ പെട്ടെന്ന് ബൈൻഡ് ചെയ്യും. ഓക്കെ, സോ ബ്ലഡ് ക്ലോട്ടിങ്ങിന് അത് ഹെൽപ്പ് ചെയ്യാണ്. ദെൻ മീഥൈലൈസിൻ, കോൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് മയോസിൻ. ഡെസ്മോസിൻ, a derivative of 4-lysine elastin. Pyroglutamate, bacteriorhodopsin. Phosphorylated amino acids in signaling. Okay, നമ്മൾ കണ്ടില്ലേ എന്താണ് പറയാ, സെറിൻ, ത്രിയോണിൻ അല്ലെ, ടൈറോസിൻ ഒക്കെ സിഗ്നലിംഗിൽ നമുക്ക് എങ്ങനെയാണ് അത് OH ഗ്രൂപ്പ് എങ്ങനെയാണ് കൈനേസ് ആക്ടിവിറ്റി ചെയ്യുന്നത് എന്നുള്ളത്. OH ഗ്രൂപ്പിലാണ് കൈനേസിന് ആക്ട് ചെയ്യാൻ പറ്റുന്നത് OH ഗ്രൂപ്പിലാണ്. ആൻഡ് ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു ഫോസ്ഫോർ, അതായത് ഇറ്റ് വിൽ ഗെറ്റ് ഫോസ്ഫോറിലേറ്റഡ്. അങ്ങനെയാണ് സിഗ്നലിംഗ് കാസ്കേഡ് വരുന്നത്. Then ornithine, citrulline, key intermediates in biosynthesis of arginine and urea cycle. Okay, ഇതെല്ലാമാണ് അൺകോമൺ ആയിട്ടുള്ള അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. ഇനി വരുന്നതാണ് സെലിനോസിസ്റ്റീൻ. സെലിനോസിസ്റ്റീൻ ഒരു സ്പെഷ്യൽ കേസ് ആണ്. അതൊരു റെയർ ആണ്. ഓക്കെ, അത് റെയർ ആയിട്ടുള്ള ഒരു അമിനോ ആസിഡ് ആണ്. അതായത് സിസ്റ്റീനില് സൾഫറിന് പകരം സെലീനിയം, സിസ്റ്റീനിന് പകരം സെലീനിയം ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതാണ് അതിന്റെ ഡിഫറൻസ്. സെലീനിയം ആണ് സെലിനോസിസ്റ്റീനിൽ വരുന്നത്. ഓക്കെ, ആക്ച്വലി ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം സെറിൻ. ഓക്കെ, സെറിൻ നിന്നാണ് സെലിനോസിസ്റ്റീൻ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, this rare amino acid residue is introduced during protein synthesis rather than created through a post-synthetic modification. Okay, സെലിനോസിസ്റ്റീൻ കേസിൽ എന്ന് പറഞ്ഞാൽ പോസ്റ്റ് മോഡിഫിക്കേഷൻ അതായത് വരുന്നതല്ല, അതിന്റെ കോഡോണിനെ മോഡിഫൈ ചെയ്തിട്ട്, അതായത് നമ്മൾ UGA കോഡോൺ നോർമലി ഇതൊരു സ്റ്റോപ്പ് കോഡോൺ ആണ്. ഓക്കെ, ആ സ്റ്റോപ്പ് കോഡോണിൽ സെറീനെ ചാർജ് ചെയ്തിട്ട് നമ്മളത്
മോളിക്കുലർ ബയോളജിയിൽ ഈ TRNA ചാർജിങ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് അത് മനസ്സിലാവും. ഓക്കെ, ചാർജിങ് ഓഫ് സെറിൻ ഇൻ ടു tRNA serine followed by modification of serine into selenocysteine and then incorporation through a specially placed stop codon. Okay, catalytic site of many enzymes like glutathione peroxidase formate dehydrogenase. Okay, ചില ആന്റിബയോട്ടിക്കിലും ബാക്ടീരിയൽ പ്രോട്ടീനിലും ഒക്കെയാണ് സെലിനോസിസ്റ്റീൻ നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. ഓക്കെ, then next വന്നിട്ട് glucogenic amino acids and ketogenic amino acids. Okay, glucogenic and ketogenic. Rather than a protein formation, some amino acids are helping to make glucose. Okay, അതായത് സ്റ്റാർവിംഗ് കണ്ടീഷനിൽ അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് ഗ്ലൂക്കോസിന്റെ ലെവൽ ഭയങ്കരമായിട്ട് കുറയുന്ന സമയത്ത് എന്താണ് ഈ അമിനോ ആസിഡ്സ് they will act as the precursors for the glucose synthesis, whose catabolism yields pyruvate or one of the intermediates of citric acid cycle, that is substrate of gluconeogenesis, and therefore can give rise to glucose. Okay, ketogenic amino acids എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ amino acids whose catabolism yields acetyl CoA or acetoacetyl CoA, that is finally give rise to ketone bodies. Okay, അതാണ് glucogenic amino acids ഉം ketogenicum difference. Glucogenic amino acids are amino acids that can be converted into glucose via gluconeogenesis. Ketogenic amino acids are amino acids that form acetyl CoA or acetoacetyl CoA, form glucose precursors, form precursors for ketone bodies. Important in gluconeogenesis, important in ketogenesis. Include most essential and non-essential amino acids. Include exclusively lysine and leucine. Okay, the orthocan എളുപ്പമാണ്. Ketogenic amino acids lysine and leucine ആണ് ketogenic. Okay, KL. Okay, ketogenic L, lysine and leucine. The mechanism predominated during catabolism rising as fasting and starvation increase in severity. This occurs in liver. Okay, രണ്ട് ടൈപ്പ് ആണ്, കീറ്റോജനിക് ഉണ്ട് ഗ്ലൂക്കോജനിക് ഉണ്ട്. ആൻഡ് കീറ്റോജനിക് ലൈസിൻ ആൻഡ് ല്യൂസിൻ മാത്രം, ഗ്ലൂക്കോജനിക് ഇത്രയാണ്. ആൻഡ് ഇത് രണ്ടായിട്ടും വരുന്നുണ്ട്. ഇറ്റ് ഈസ് ആക്ടിങ് ആസ് ദി ട്രിപ്റ്റോഫാൻ, ത്രിയോനിൻ, ഫിനൈലാലനിൻ, ടൈറോസിൻ, ഐസോല്യൂസിൻ ആൻഡ് ഓൾ ആക്ടിങ് ആസ് ബോത്ത് കീറ്റോജനിക് ആൻഡ് ഗ്ലൂക്കോജനിക്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ അമിനോ ആസിഡ് പോർഷൻ വരുന്നത്. ഇറ്റ്സ് എ ജനറൽ പാർട്ട് ആക്ച്വലി. ഓക്കെ, ഇതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരികയല്ല ചെയ്യുന്നത്. ഈ കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും കോമ്പറ്റേറ്റീവ് എക്സാംസിന് വരുന്നത്. പക്ഷേ ഇൻ കേസ് ഓഫ് ഗേറ്റ് എക്സാംസ് ആൻഡ് ഓൾ യു വിൽ ഗെറ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ലൈക്ക് വാട്ട് ആൾ ദ കീറ്റോജനിക് ആൻഡ് വാട്ട് ആർ ഗ്ലൂക്കോജനിക്, അങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഗേറ്റ് എക്സാംസിനൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഈ ചാർജ് കാൽക്കുലേഷൻ ബേസ് ചെയ്തിട്ട് കുറച്ച് പ്രോബ്ലംസും നമുക്ക് വരുന്ന ക്ലാസ്സിൽ കൂടുതലായിട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. ആ പ്രോബ്ലംസ് നമുക്ക് ഈസി ആവണമെങ്കിൽ ആദ്യം അമിനോ ആസിഡ്സിന്റെ ആ 7 അമിനോ ആസിഡ്സിന്റെ സൈഡ് ചെയിനിന്റെ PKR വാല്യൂസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അതായത് അവരൊരു ഗിവൺ pH തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ pHനേക്കാൾ കൂടുതലാണോ കുറവാണോ, അല്ലെങ്കിൽ ആ ഗിവൺ pHൽ ഏത് ഫോം ആയിരിക്കും പ്രിഡോമിനേറ്റഡ് ആവുന്നത്, പ്രോട്ടോണേറ്റഡ് ആണോ ഡീപ്രോട്ടോണേറ്റഡ് ആണോ എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ നമുക്ക് അങ്ങനെ ഈസി ആയിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും പറ്റും. ഓക്കെ, so thank you so much for watching this and happy learning. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ you can text us, you can email us, bio നിങ്ങൾക്ക് ഇതിൽ തന്നെ മെയിൽ അയക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ പോലെയുള്ള കൂടുതൽ സ്റ്റുഡൻസിലേക്ക് ഇത് എത്തിക്കുക. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.